നരേന്ദ്ര സാറ്, ഞങ്ങള് നഗറിന്റെ ഓഫീസിലോട്ട് താമസം മാറുകയാണ്. അപ്പൊ ഈ വീടങ്ങ് ഉറങ്ങിപ്പോവല്ലോ ഓടിക്കേ? അല്ല, എന്ന് വെച്ചാ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. ഉച്ച വരും ഇവിടെ, ഉച്ച കഴിഞ്ഞ അവിടെ. അപ്പൊ വീട് എവിടെയെന്ന് ചോദിച്ചാ ഇനി മുതൽ ഇവിടെ അവിടെ എന്നൊക്കെ പറയാല്ലേ? സാറ് ഭയങ്കര തമാശക്കാരൻ തന്നെ. താൽക്കാലികമായിട്ടാണെങ്കിലും വീട് മാറ്റം ലീലാവതിയെ വിഷമിപ്പിക്കും. കാറ് കൊണ്ടുവന്നതാ. ഏത് കാറ്? അസോസിയേഷന്റെ കാറ്, പ്രസിഡന്റിന്. ഓ, സതിമോളെ, 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 പ്രസിഡന്റ്, പ്രസിഡന്റ്. എന്തോ അമ്മാവാ? അയ്യോ ചേച്ചി, തൊണ്ടയിലെന്തോ കുരുങ്ങിട്ട് വെള്ളം ഇങ്ങെടുത്തേ. എന്തോ അമ്മാവാ ഇത്? അമ്മാവന് എപ്പോഴും പ്രശ്നമാണല്ലോ ഇത്. എന്താ? എനിക്ക് വാക്കുകൾ കിട്ടാൻ നിന്ന് പോയതാ. അതാണ് പ്രസിഡന്റിന്റെ കാർ വന്ന്. എന്താ? നഗരിന്ന് പ്രസിഡന്റിന്റെ കാർ വന്നു മോളെ. ഇപ്പൊ ഇവിടെ ഞാനല്ലേ പ്രസിഡന്റ്. അപ്പൊ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ചേച്ചി. കാർ വന്നോ അമ്മ? വെള്ളം കുടിക്കോ? നടക്കൂട്ടി, കാർ വന്നു നോക്കാം നമുക്ക്. അയ്യോ മോളെ, സമീപനം മോളെ, സമീപനം മോളെ. കരയല്ലേ മോളെ, കരയാതെ. അമ്മാവാ, ദേ ചേച്ചി, ദേ നാളെ മുതൽ പച്ചക്കറി വാങ്ങാനും മാർക്കറ്റിൽ പോകാനും ഒക്കെ ഈ കാർ ഉപയോഗിക്കാം. പിന്നെ നടന്നു പോവും. എന്തോ? ഇത് നഗറിന്റെ പൊതു സ്വത്താ, പൊതു സ്വത്ത്. പൊതു സ്വത്തായാലും ശരി, സ്വകാര്യ സ്വത്തായാലും ശരി, ഇനി ഇത് എന്റെ തറവാട് സ്വത്താ. അമ്മാവാ, കേറി ഉദ്ഘാടനം ചെയ്യണം. പ്രസിഡന്റ് കേറി മോളെ ആദ്യം. എന്നിട്ട് കാർ അവിടെ വരെ ഓടിക്കും ഉദ്ഘാടനമായിട്ട്. കേറി മോളെ. അത് വേണോ അമ്മാവാ? ഈ ദൃശ്യം കണ്ടാൽ ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. പൊതു സ്വത്ത് ദൂർത്തടിച്ചാലേ അടുത്ത ഭരണം വരുമ്പോ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും. എണ്ണി എന്താ? അയ്യോ, ശൗന്തളെ, നാളെ മുതൽ നീ ഇങ്ങനെ സഞ്ചി നോക്കി മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ല. എന്താ നിനക്ക് പോവാൻ കാറ്. കേറ്, നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ചേച്ചി ഒന്ന് മാറി. വേണ്ട, ഒറ്റയ്ക്ക് അങ്ങ് ഉദ്ഘാടിച്ചാ മതി. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പൊ പറഞ്ഞ പോലെ ബൈ, ഹായ്. എടുത്തോ നീ? എരപ്പിച്ചത് മതിയടേ, വണ്ടി മുന്നോട്ട് നീങ്ങട്ടെ. എന്തോ ഒരു കംപ്ലൈന്റ്, വണ്ടി അനങ്ങുന്നില്ല. രക്ഷയില്ല, ഓടാതെ ഇടുന്നല്ലേ, ഒന്ന് തള്ളണം. ഞാൻ പറഞ്ഞിട്ട് തള്ളിയാ മതി. ആ ഡോർ നടത്തും. മറഞ്ഞു നിന്ന് തള്ളു, അവള് കാണണ്ട. തള്ളിക്കോ. തള്ളു 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 തള്ളാക്കു വണ്ടി, തള്ളു 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 തള്ളി തള്ളിപ്പൊളി വണ്ടി. ഒന്ന് ശക്തിയായിട്ട് തള്ളണം അമ്മാവാ. തള്ളിക്കോ, തള്ളിക്കോ. ഈ തള്ളിപ്പൊളി വണ്ടി, ഈ തള്ളിപ്പൊളി വണ്ടി. ഇനി ഒന്ന് തള്ളമ്മാവാ. അണ്ണാ, അയ്യോ സോറി അനിയ, മക്കളെ നീ ഒന്ന് ഉത്സാഹിക്കടാ, നടക്കുവടാ. നിന്നെ കൊണ്ട് ഈ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇല്ല ചേച്ചി, പറ്റില്ല. എന്റെ ഈശ്വര, പ്രസിഡന്റ് ആയാൽ എന്തൊക്കെ അനുഭവിക്കണം. അയ്യോ എനിക്ക് നിന്നെ പിരിച്ചുവിടും, സത്യമായിട്ട് പിരിച്ചുവിടുവേ. പേടിക്കണ്ട, ഡ്രൈവറെ പ്രസിഡന്റ് പിരിച്ചുവിട്ടാൽ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കും.
ഏതായാലും നോക്കട്ടെ. മോളിരുന്നോ ഇപ്പൊ ശരിയാവും. അമ്മാവാ, ദാ, ഇത് വല്ല ആക്രിക്കടയിലും കൊടുത്ത് ഈന്തപ്പഴം വാങ്ങിച്ച് തിന്നടാ കൊരങ്ങ. എന്റെ കാറ്. ഞാൻ നോക്കിട്ട് വരാം. അല്ല മാവ, നേരം വെളുത്തിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് തന്നെ. സതി നോക്ക്, പണ്ടേ ഉള്ളൂ ചൊല്ല. പുത്തനച്ച് പെരപ്പറം തൂക്കുമെന്ന് നോക്ക്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നന്ദി പ്രകടനം അത് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. വാ 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 വാ. അതെ, വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്താ? എനിക്ക് വോട്ട് ചെയ്തതിന് വലിയ സന്തോഷമുണ്ട്. നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാ ഈ കൊച്ചുകുളുപ്പാൻ കാലത്ത് ഞാൻ തന്നെ വന്നത്. അതിന് ഞാൻ ലീലാവതിക്കല്ലേ വോട്ട് ചെയ്തത്. അയ്യേ, നാണക്കേട്, ഒരുമാതിരി ഇൻസൾട്ട് ആയി പോയി. സതി നോക്ക്, നീ പൊതുപ്രവർത്തനം എന്ന തീക്കുണ്ടത്തിലേക്കാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. ഇതേപോലെ പ്രതികരണമാകുന്ന വെള്ളത്തുള്ളികൾ വീണ അഗ്നി കൊണ്ടോ അണയാൻ പാടില്ല. ധൈര്യം സംഭരിക്ക്. നല്ല സാരി. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, പിന്നെ ഇനിയേ ദേ ഈ സതിയുണ്ട്. എന്തിനും ഏതിനും ഈ സതി കൂടെ ഉണ്ട്. സ്വസ്ഥമായിട്ട് നടക്കാൻ സമ്മതിക്കില്ലല്ലോ. ദേ, അവരോട് പറ. അതെ, ഇവിടെ ചോദിക്കാം. അതെ, നിങ്ങളെല്ലാം കൂടെ എന്നെ ജയിപ്പിച്ചതിന് നന്ദിയുണ്ട്. സതിച്ചേച്ചി എന്റെ നന്ദി- ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? വേണ്ടേ, നന്ദിക്കും സ്നേഹത്തിനും ഒക്കെ ഇപ്പൊ വില ഇടിഞ്ഞല്ലേ. സത്യം പറഞ്ഞ ഒരു പ്രസിഡന്റിന്റെ കൂടെ താമസിക്കുക അത് തന്നെ മഹാപുണ്യമാ, മഹാപുണ്യം. അയ്യോ അമ്മാവൻ എന്തിനാ കരയുന്നേ? കണ്ണുടക്കെ. അമ്മാവേ, കൂടുള്ളവരെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ കടമ. ദേ, എനിക്കൊപ്പം നിൽക്കുന്നവരെ ഞാൻ കൈവിടത്തില്ല. സത്യം. ആ, കമേൻ. സല്യൂട്ട് ചെയ്യുക. നേതാവിനോട് വിധേയത്വം കാണിക്കുക, അതാണ് നിയമപാലകരുടെ സ്ഥിരം ശീലം. ഇന്ന് മുതൽ ഞാൻ പുതിയ പ്രസിഡന്റ് കൂടെയാണ്. പുതിയ പ്രസിഡന്റ് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, ചാകാൻ പറഞ്ഞാൽ ചാകും. അതെ, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളൊന്ന് പാക്ക് ചെയ്യും. എപ്പ പാക്ക് ചെയ്തെന്ന് കേട്ടാ മതി. ഭരിക്കുന്നവർ ആജ്ഞാപിക്കും, ഞങ്ങൾ അനുസരിക്കും. വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കാനും ഞാൻ കൂട്ടുനിൽക്കാം. അധികം വാചമൊന്നും അടിക്കണ്ട, അതൊക്കെ കെട്ടിപ്പെറുക്ക് വേഗം. ഓ, ഭരിക്കുന്നവരുടെ മാത്രമല്ല, ഭരിക്കുന്നവരുടെ ബന്ധുക്കളുടെ ആജ്ഞകൾ പോലും ഞങ്ങൾ ശിരസാ വഹിക്കും. എവിടെ കെട്ടിപ്പറക്കേണ്ട സാധനങ്ങൾ എവിടെ? ദാ, അവിടെ വരുമോ? അവള് പുതിയ വീട്ടിൽ താമസമായി കാണും. ഈശ്വര, ആലോചിച്ചിട്ട് എന്റെ മനസ്സിനൊരു വെപ്രാളം. നഗറിന്റെ പൊതുസ്ഥത്തല്ലേ, നിനക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് പോവാലോ. അതെ, പക്ഷേ ഒരു അസ്വസ്ഥത. അവള് എന്റെ ഇന്ന് കൈവിട്ട് പോകുമ്പോലെ. അതിന് പക്ഷെ നിനക്ക് പുതിയ കൂട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, കുഞ്ഞുഞ്ഞമ്മ. നേരിട്ട് നോക്കിക്കോ, അവളെ മനസ്സമാനത്തോട് ഭരിക്കില്ല. അതെ, നിനക്ക് അവരെ കാണാതിരിക്കാൻ പറ്റാത്ത പോലെ അവർക്ക് നിന്നെ കാണാതിരിക്കാനും പറ്റില്ല. ദിവസത്തിന്റെ 3/4 സമയം അവരിവിടെ കാണും. പ്രസിഡന്റ് ആയിട്ട് അവൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്തോ. കളയണ അമ്മാവ കംപ്ലീറ്റ്. എടി മിഴ നോക്കിക്ക, അതൊക്കെ എടുത്ത് വലിച്ചു കീറ്. സമയമില്ല, സമയമില്ല. ചന്നം ചിഹ്നം വലിച്ചു കീറണേ. എന്തുവാ? അയ്യോ, നോക്കമ്മ, പ്രകടന പത്രിക. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം വലിച്ചു കീറുന്നത്. നീ എന്റെ വല്ല വാങ്ങിക്കോടിക്കേ. നോക്ക്, ഈ പ്രകടന പത്രികകൾ വായിച്ചാണ് എനിക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ളത്. ഞാനിപ്പോ ചിരിച്ച് ചാവുമല്ലോ ഭഗവാനെ. കോമഡി. എന്താടാ, നിനക്കൊക്കെ തലയ്ക്ക് ഓളമായോ? എന്റെ സതി, അവര് പറയുന്നത് നേരാ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളങ്ങ് മറന്നേക്കണം. അപ്പോ നമ്മള് വാഗ്ദാനം നടപ്പാക്കണ്ടേ? എന്റെ സതി, സതിക്ക് ഭരണത്തെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മളിപ്പം ജനങ്ങൾക്ക് വാക്ക് കൊടുത്തു. ആ വാക്കിന്റെ ബലത്തിൽ അവർ വോട്ട് തരുന്നു. നമ്മൾ പറഞ്ഞ വാക്ക് അവർക്ക് സാധിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വല്ല പ്രസക്തിയുണ്ടോ? ഇല്ല. പറഞ്ഞ നടപ്പാക്കിയാ പിന്നെ ജനത്തിന് നമ്മളെ ആവശ്യമില്ല. മറ്റേതാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് നഗരക്കാരോട് പറയാം,
ഇന്ന ഇന്ന കാരണങ്ങളാൽ എനിക്ക് വാഗ്ദാനം പാലിക്കാൻ പറ്റാതെ പോയി, അതുകൊണ്ട് എനിക്ക് ഒരു അവസരം കൂടി തരണമെന്ന് അല്ലേ? അത് ശരി. പക്ഷേ എടാ, വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ ലീലാവതിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കണം. പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കണം. പ്രതിപക്ഷം ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ മേലായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ മറ്റു പ്രശ്നം നഗരുകാർ മറക്കും. പക്ഷേ എനിക്ക് തന്ന വാഗ്ദാനം മറക്കാനും പാടില്ല. ഞാനൊരു പാവം പണക്കാരിയല്ലേ. ആ ആഹാ, കൊള്ളാം. സതിയുടെ തലയിൽ വെളിച്ച ഉദിച്ചിരിക്കുന്നു. കീറമ്മാവാ, ആ, ഓടിക്ക്, അത് കീറാ. ആ, ഇതാ. ഒരിക്കലും നടക്കാത്ത കുറെ വാഗ്ദാനങ്ങള്. കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ടൊരു പ്രമാണം. അയ്യോ, അത് വലിച്ചു കീറിയ. അയ്യോ, എന്റെ നാട്ടിലുള്ള 3 സെന്റിന്റെ പ്രമാണമായിരുന്നു ഇത്. അത് വലിച്ചു കീറിയ. ഞാനത് അലിമാരി വെക്കാൻ മറന്നുപോയി. ദൈവമേ. പോട്ടടാ, പ്രകടന പത്രേക്കാളും വലുതൊന്നും അല്ലടാ പ്രമാണം. പ്രമാണം പോന്നെങ്കിൽ പോട്ട്. ഭാര്യ പുറത്ത് ഒരിക്കലും നടക്കാത്ത പണ്ടാരടങ്ങാൻ ഒരിക്കലും സാധിക്കാത്ത വാഗ്ദാനങ്ങൾ. ഇവിടെ വാഗ്ദാനം വേണ്ട, പ്രമാണവും വേണ്ട, അല്ലേ? പത്രികയും വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം കൂടെ കാര്യം ഞാൻ ഇന്ന് കത്തിക്കും ഞാൻ. അത് തന്നെ. കൊണ്ടുപോ, കത്തിക്ക്, കൊണ്ടുപോ, കൊണ്ടുപോ. കിടക്കുന്നില്ലേ? ആ കിടക്കാം. കിടപ്പെന്ന് വെച്ചാ നടപ്പാണോ? കുറെ നേരമായല്ലോ കിടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഉറക്കം വന്നാലല്ലേ കിടക്കാൻ പറ്റൂ. തിരിച്ചും പറയാം, കിടന്നാലല്ലേ ഉറക്കം വരൂ, ഉറങ്ങാൻ പറ്റൂ. ഈ നടപ്പിന്റെ ഉടക്കിന്റെ ഒക്കെ രഹസ്യം എനിക്ക് മനസ്സിലായി. എന്താ സതിയുടെ വീട് മാറ്റം. എന്താ? സതി ഇവിടുന്ന് മാറിയതാ നിന്റെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം അല്ലേ? ശരിയല്ലേ? എതിരാളി ജനിക്കുമ്പോഴും ഇല്ലാതാകുമ്പോഴും ചിലർക്ക് ടെൻഷനാണ്. പെട്ടെന്ന് കർമ്മമേഖല ഇരുളടയുന്നത് പോലെയും നിർജീവമായതുപോലെയും തോന്നും. ഇന്നലെ വരെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ദിവസങ്ങൾക്കൊരർത്ഥം ഉണ്ടായിരുന്നു. സതിയെ കുരുക്കുക. സതിക്കും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു അല്ലേ? അതെ, എനിക്ക് അസ്വസ്ഥത തന്നെയാ, ടെൻഷൻ തന്നെയാ. പക്ഷേ ദേഷ്യം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. വാ മോളെ. ചേച്ചി, ഒരു ചായ എടുക്കണം. ഒഫീഷ്യൽ കാറിൽ ഇരുന്നിരുന്ന് ഭയങ്കര ക്ഷീണം. എനിക്കും ഭയങ്കര ക്ഷീണം. കുട്ടി, എനിക്കൊരു ചായ. നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ 2 വീട് കിട്ടുക മുജ്ജന്മ പുണ്യമാണ് ചേച്ചി, മുജ്ജന്മ പുണ്യമാണ്. അയ്യോ, ചേച്ചി എന്തിനാ പേടിക്കുന്നത്? കുട്ടി ഇപ്പൊ ഭരണപക്ഷത്തിന്റെ ആളാ. ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ നടുവളക്കാതെ നിക്കണം. വാ മോളെ, വാ. ഞാൻ പിന്നെ വരെ കുഞ്ഞു വയ്ക്കും. ഇനിയിപ്പൊ എന്തായാലും ചായ വേണ്ട. ചായ കുടിച്ച സുഖം കിട്ടിക്കഴിഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായോ താമസിക്കാൻ ഒരു വസതി കിട്ടിയിട്ട് മിക്ക സമയവും ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന്? എന്റെ ശീലം അതാ. ചുമ്മാ അവളെ കണ്ടോണ്ടിരിക്കണം, ചുമ്മാ 1-2 പറഞ്ഞു കൊടുക്കണം. അല്ല, അവക്കും അങ്ങനെ തന്നെ. അതുമല്ല, രാഷ്ട്രീയപരമായിട്ട് ഇത് ഗുണം ചെയ്യും. ഔദ്യോഗിക വസതിയിൽ അട്ടിപ്പേര് കിടന്ന ആൾക്കാരുടെ ഇടയിൽ മോശം ഇമേജ് ഉണ്ടാവും. ഇതിപ്പോ ഒരു ലാളിത്യം ഉണ്ടാവും. അതെ, നമ്മൾ ഇനി കുറച്ച് ലളിതമാകണം. അയ്യോ, എന്ന് വെച്ച് പട്ടിണി കിടക്കണമെന്നാണോ? പട്ടിണി ഒന്നും കിടക്കണ്ട. എന്ന് മാത്രമല്ല, ഫുൾ ആഹാരവും കഴിക്കാം. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ലാളിത്യത്തിന്റെ പ്രതീകങ്ങളാകണം. അതെ, ഞാൻ ലളിത ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നെ തോപ്പിക്കാൻ ആരും വിചാരിക്കണ്ട കേട്ടോ, ആരും വിചാരിക്കണ്ട. അതിന് നീ എന്നോട് ചൂടാവുന്ന എന്തിനാ ലീലാവതി? ഞാനേ സോഫ്റ്റ് ആയാൽ സോഫ്റ്റാ, പക്ഷെ ഉടക്കിയ മഹാപശക്. എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി അവൾ കാറിൽ വന്നിരിക്കുന്നു. ആരാ അവള്? അവരാരാണെന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്ന നിനക്കല്ലേ ലീലാവതി? കളിയാക്കല്ലേ, ലീലാവതി പരിഹസിക്കല്ലേ. വൈപ്പും കുടിയൊക്കെ അവിടെ ആയിക്കോണം. പകുതി സമയം ഇവിടെ, പകുതി സമയം അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ, ഉച്ചഭക്ഷണം അവിടെ. അവളെ രാജകുമാരിയോ?
അവിടെ 2 മുറിയും അടുക്കളയും നിനക്കുണ്ടല്ലോ. ഞാനും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നരട്ടാ, നമുക്കും അവിടെ താമസം തുടങ്ങണം. മുകളിലത്തെ മുറിയും സൗകര്യങ്ങളും പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അതെ, പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഭർത്താവിന് അത് കാര്യമില്ല. ഞാൻ ഈ വീട് വിട്ടു വരില്ല. ഓ അത് ശരി. എന്നെ ആദ്യം അവിടെ തോപ്പിച്ചു, ഇപ്പൊ നരട്ടും തോപ്പിക്കാൻ പോവാ അല്ലേ? ദേ, പെണ്ണുങ്ങളുടെ രാഷ്ട്രീയത്തിൽ എന്നെ പിടിച്ചിട്ടല്ലേ.